മക്കളെ, ക്രിസ്മസ് എക്സാമിന് ശേഷം മാത്സിൽ ഇനി ഒന്നും തന്നെ പുതിയതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യമായിട്ടും നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള 3 ചാപ്റ്റേഴ്സ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏരിയനെ കുറിച്ചും പരപ്പളവ്, അതായത് വിസ്തീർണത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ചുറ്റളവിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഈ ഒരു ചാപ്റ്ററാണ് ക്രിസ്മസ് എക്സാമിന് ശേഷം ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളുടെ കൂടെ കുറച്ചധികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാനായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നമ്പേഴ്സിനെ കുറിച്ചും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ കുറിച്ചും ഡിവിഷനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഹരണം നിങ്ങളുടെ കുറച്ച് ആൾക്കാർക്കെങ്കിലും കുറച്ച് പേടി സ്വപ്നമാണെങ്കിൽ കൂടി ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്, ഒന്നുകൂടെ പോളിഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അവസാനത്തെ ചാപ്റ്ററാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ചാപ്റ്റർ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഗ്രാഫുകളെ കുറിച്ചാണ് ആ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ച അതേ സാധനം കുറച്ചുകൂടെ പോളിഷ് ആക്കി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ വർഷം പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, മിസ്സേ കഴിഞ്ഞ വർഷം നമ്മളത് കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ല, കൃത്യമായിട്ട് കുറേ സംശയങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്, അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ തീർക്കും? ഇതിനാണ് നിങ്ങൾക്ക് പൃഥ്വി ബാച്ച് എന്ന് പറയുന്ന അടിപൊളി ബാച്ച് വരുന്നത്. ഈ ഒരു ബാച്ചിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് മുതലേ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. അടിപൊളിയായിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൃഥ്വി ബാച്ചിലെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഓഫർ പ്രൈസിലൂടെയാണ് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുക. കൂടാതെ സ്മാർട്ട് വാച്ചാണ് നിങ്ങൾ ഗിഫ്റ്റായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തിനാ ഇനി വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് 1ാമത്തെ ചാപ്റ്റർ മുതൽ നമുക്ക് പഠിച്ച് ആനുവൽ എക്സാം തകർത്തെഴുതാം.